KSIE MD സ്ഥാനത്ത് നിന്ന് PK ശ്രീമതിയുടെ മകനെ ഒഴിവാക്കി. PK സുധീറിനെ ഒഴിവാക്കിയത് സ്ഥാനമേൽക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതുകൊണ്ടെന്ന് EP ജയരാജൻ. KM ബീനയ്ക്ക് MDയുടെ പകരം ചുമതല. വ്യവസായ വകുപ്പിന്റെ നടപടി നിയമനം വിവാദമായതോടെ. കേരള ഹൈക്കോടതിയിൽ മാധ്യമപ്രവർത്തകരെ വിലക്കിയതിൽ ആശങ്ക രേഖപ്പെടുത്തി സുപ്രീം കോടതി. ഹൈക്കോടതി ഇടപെട്ട് തർക്കം പരിഹരിക്കണം. പ്രശ്നപരിഹാരത്തിന് ഫലപ്രദമായ മധ്യസ്ഥ ചർച്ച വേണം. വിലക്കിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ സമർപ്പിച്ച ഹർജി 21 പരിഗണിക്കും. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡിന്റെ MD സ്ഥാനത്ത് നിന്ന് PK ശ്രീമതി MPയുടെ മകൻ PK സുധീറിനെ നിയമിക്കേണ്ടെന്ന് വ്യവസായ വകുപ്പ് തീരുമാനിച്ചു. നിയമനം വിവാദമായ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ നടപടി. സ്ഥാനമേറ്റെടുക്കാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതിനാലാണ് സുധീറിനെ നിയമിക്കേണ്ടെന്ന് തീരുമാനിച്ചത് എന്നാണ് ഔദ്യോഗിക വിശദീകരണം. KSIE MDയുടെ ചുമതല ഡോക്ടർ M ബീനയ്ക്ക് നൽകിയിട്ടുണ്ട്. KSIE മാനേജിംഗ് ഡയറക്ടറായി വ്യവസായ വകുപ്പ് മന്ത്രി EP ജയരാജന്റെ ഭാര്യ സഹോദരി PK ശ്രീമതി MPയുടെ മകൻ സുധീറിനെ നിയമിക്കാനായിരുന്നു സർക്കാർ തീരുമാനം. സ്ഥാനമേറ്റെടുക്കാനുള്ള നിർദ്ദേശം സുധീറിന് നൽകുകയും ചെയ്തു. മന്ത്രി ബന്ധുവിനെ KSIE തലപ്പത്ത് നിയമിക്കുന്നതിനെതിരെയുള്ള വിവാദങ്ങളും ഒപ്പമുയർന്നു. പക്ഷേ തീരുമാനത്തെ ന്യായീകരിക്കുകയാണ് വ്യവസായ വകുപ്പ് മന്ത്രി ചെയ്തത്. എൻ്റെ ബന്ധുക്കൾ പല സ്ഥലത്തും ഉണ്ടാകും. അന്നിപ്പോൾ എൻ്റെ മുമ്പിൽ ഇതുവരെ അങ്ങനെ ഒരു പരാതി വന്നിട്ടില്ല. വന്നാൽ പറയാം. വിവാദം ചൂടുപിടിച്ചതോടെ തീരുമാനത്തിലുള്ള അനിഷ്ടം മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചു. സാധാരണ നിലക്ക് വ്യവസായ സ്ഥാപനങ്ങളിൽ MDമാരെ നിശ്ചയിക്കുന്നത് നല്ല കഴിവുറ്റ ആളുകളെ നോക്കിയിട്ടാണ്. ഇതിന് തൊട്ടു പിന്നാലെയാണ് സുധീറിനെ ഒഴിവാക്കിയ കാര്യം വ്യവസായ മന്ത്രി EP ജയരാജൻ അറിയിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച സ്ഥാനമേറ്റെടുക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും സുധീർ കൂടുതൽ സാവകാശം ചോദിച്ചതാണ് ഒഴിവാക്കാനുള്ള കാരണമായി പറയുന്നത്. കൂടുതൽ CPM നേതാക്കളുടെ മക്കളെ വ്യവസായ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നിയമിക്കാനുള്ള നീക്കങ്ങളും ഇതിനിടെ നടക്കുന്നുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് ശ്രീ T സിദ്ദിഖ് തിരുവനന്തപുരം സ്റ്റുഡിയോയിലുണ്ട്. മാധ്യമപ്രവർത്തകർ ശ്രീ A സജീവൻ കോഴിക്കോട്ട്, JR പത്മകുമാർ BJP വക്താവ്, BJP നേതാവ് അദ്ദേഹം തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ, CPM നേതാവ് ശ്രീ MV ജയരാജനെ ഞങ്ങൾ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ T സിദ്ദിഖ്, നിയമന ഉത്തരവ് റദ്ദാക്കിയിട്ടുണ്ട് സർക്കാർ വകുപ്പ്. അതുകൊണ്ട് സർക്കാർ വിമർശിക്കേണ്ടതില്ലാത്ത അവസ്ഥയിലെത്തിയിട്ടുണ്ടോ? ഇതിൽ നടന്നിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു അഴിമതിയാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. കേരള ചരിത്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കടന്നു വന്നിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ സമാനമായിട്ടുള്ള ചില നിയമനങ്ങളൊക്കെ വിവാദത്തിലേക്ക് വരികയും അന്വേഷണത്തിന് എത്തുകയും അതുമൂലം വിജിലൻസിൻ്റെ ഏറ്റവും അവസാനം കയർഫെഡിൻ്റെ MDയായി ശ്രീ VSൻ്റെ മകനെ AK നായനാരുടെ സമയത്ത് നിയോഗിച്ച തീരുമാനമടക്കം അവസാനം വിജിലൻസിൻ്റെ കേസ് വളരെ കൃത്യമായി ആ കേസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നടന്നിരിക്കുന്നത് വലിയ ഒരു അഴിമതിയാണ്. ഒരു ഭാഗത്ത് സ്വാശ്രയ സമരം കൊടുമ്പിരിക്കൊണ്ട് നടക്കുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങളറിയാതെ ചുളുവിൽ നടത്തിയിട്ടുള്ള സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ അഴിമതിയാണ് ഈ കേസിൽ നടന്നിട്ടുള്ളത്. അതിലേറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം എന്നുള്ളത്, ശ്രീ പത്മകുമാർ, റിയാബിൻ്റെ MD ആയിരുന്നു പത്മകുമാർ വിജിലൻസ് കേസിൽപ്പെട്ട് വലിയ കുഴപ്പത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മലബാർ സിമൻസിൻ്റെ അഴിമതി അടക്കമുള്ള കാര്യങ്ങളിൽ ചാർജ് ഷീറ്റ് മുന്നോട്ട് പോകുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥനെ ഉപയോഗിച്ച് ഇവർ തന്നെ നോംസ് ഉണ്ടാക്കി ആ നോംസൊക്കെ തന്നെ കാറ്റിൽ പറത്തി പരിചയസമ്പന്നരായിട്ടുള്ള PhD ഉള്ള MTech ഉള്ള ഹൈ എക്സ്പീരിയൻസ് ഉള്ളതായിരിക്കുന്ന ഏജ് ലിമിറ്റ് കംപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭവൽക്കരിച്ചതായിട്ടുള്ള ആളുകളെ മാറ്റി നിർത്തിയാണ് CPIMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മക്കളെ, മരുമക്കളെ, പേരക്കുട്ടികളെ, ബന്ധുക്കളെ ഈ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഒന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാനത് അവിശ്വസിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം പിണറായി വിജയൻ അറിയാതെ കേരളത്തിലെ ഭരണകൂടത്തിൽ ഒരു തരിമ്പ് പോലും അനങ്ങില്ല, ഒരു ഇല പോലും അനങ്ങില്ല. ശ്രീ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് ഈ നിയമനങ്ങൾ നടന്നിട്ടുള്ളത്. അദ്ദേഹം ഇത് വിവാദമായ പശ്ചാത്തലത്തിൽ അതിൽ നിന്ന് തടിയൂരുന്നതിന് വേണ്ടിയാണ് ഇന്ന് അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, 10 മേഖലകളിൽ 10 സെക്ടറുകളിൽ ഇവർ അപേക്ഷ ക്ഷണിച്ചു. 10 സെക്ടറുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് MDയാക്കി മാറ്റുന്നു. ഇന്ന് തന്നെ ശ്രീ EP ജയരാജൻ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, KSIയുടെ MDയായിട്ട് ഡോക്ടർ ബീനെ നിയമിച്ചു എന്നാണ്. ഡോക്ടർ ബീന IAS ആണ്. IAS ആയിട്ടുള്ള ഡോക്ടർ ബീന ഇരിക്കുന്ന പദവിയിലേക്ക് എന്ത് ക്വാളിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്
ശ്രീ ശ്രീമതി ടീച്ചറുടെ മകൻ സുധീർ നമ്പ്യാരെ നിയമിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അദ്ദേഹം ഏജ് ലിമിറ്റ് കംപ്ലൈ ചെയ്യുന്നുണ്ടോ? അദ്ദേഹത്തിന് ഗ്രാജുവേറ്റ് ഇൻ എഞ്ചിനീയറിംഗ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് ഗുഡ് അക്കാഡമിക് റെക്കോർഡ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതിൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞു നോക്കിയാൽ ഹീ ഷുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 15 years പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ്. 15 വർഷം പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടാകണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് 5 years ഹാസ് ടു ബി അറ്റ്ലീസ്റ്റ് സീനിയർ ലെവൽ വിത്ത് ഇൻഡിപെൻഡന്റ് ചാർജ് ഇൻ എ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ ഓർ ഡിവിഷൻ ഓഫ് എ ലാർജ് കമ്പനി എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, സുധീർ നമ്പ്യാർക്ക് ഈ ക്വാളിഫിക്കേഷൻ്റെ ഒരംശം എവിടെയെങ്കിലും ഉണ്ടോ? ഒന്നാമത്തെ ചോദ്യം. 2, ഇത് മാത്രമല്ല, സുധീർ നമ്പ്യാരുടെ കേസ് മാത്രമല്ല, അങ്കമാലി ട്രാക്കോ കേബിൾസിൻ്റെ MD ആക്കി നിയമിച്ചിരിക്കുന്നത് ഒരു കേബിൾ കച്ചവടക്കാരനെയാണ്. ഒരു കേബിൾ കച്ചവടക്കാരനാണ് സന്തോഷ് കോശി. അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ സിദ്ദിഖ്, മറ്റു വിഷയങ്ങളിലേക്ക് പോകാം. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ JR പത്മകുമാർ, BJP എങ്ങനെ കാണുന്നു ഈ സംഭവത്തെ? പ്രകടമായ അഴിമതിയാണല്ലോ, സ്വജനപക്ഷപാതമാണല്ലോ. പൊതുഖജനാവ് പാർട്ടിക്കാർക്കും സ്വന്തക്കാർക്കും വേണ്ടിയിട്ട് വീതം വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്നലെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി അവർ ഫൈനലൈസ് ചെയ്ത ലിസ്റ്റാണിത്. നേരത്തെ സിദ്ദിഖ് പറഞ്ഞ പോലെ 10,000-2,000 പേര് അപേക്ഷ ക്ഷണിച്ച് അതിൽ നിന്ന് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് CPM-ൻ്റെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും വേണ്ടിയിട്ടുള്ളൊരു മക്കൾ മാഹാത്മ്യം എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഈ സാധനം, അവർക്ക് ഒതുക്കിക്കൂടാനുള്ള ലാവണങ്ങളായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാറ്റുന്ന പ്രകടമായ അഴിമതിയാണ്. ഇപ്പോൾ ഇതിൽ അല്പമെങ്കിലും പ്രതികരിക്കേണ്ടത് അച്യുതാനന്ദനാണ്. പക്ഷേ അച്യുതാനന്ദന് അതിന് കഴിയില്ല. കാരണം ആദ്യത്തെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ അഴിമതി സ്വജനപക്ഷപാതമായൊരു അപ്പോയിൻമെൻ്റാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. കാരണം 5 വർഷം കൊണ്ട് 150 കോടി രൂപ ചെലവാക്കി ഭരിക്കാൻ കഴിവില്ല, പ്രായമായി പോയി, അസുഖമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയാകാൻ അദ്ദേഹം യോഗ്യനല്ല എന്ന് പറഞ്ഞ ആളിനെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ അതിൻ്റെ ചെയർമാനാക്കി വച്ചിട്ടുള്ളത് തന്നെ ഒന്നാമത്തെ അഴിമതിയാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കിയാൽ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്ക്, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാർക്ക്, ഇവരുടെ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ സുഖിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ ശിഷ്ടകാല ജീവിതത്തിൽ ഒന്ന് ഒരു ഉന്നത പദവി വഹിക്കാനുള്ള സ്ഥാപനങ്ങളായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാറ്റുന്ന അങ്ങേയറ്റം അഴിമതിയാണ്. അപ്പോൾ സുതാര്യമായ രാഷ്ട്രീയ ഇടപെടലില്ലാത്ത ഒരു ഭരണമായിരിക്കും ഞങ്ങൾ കാഴ്ചവെക്കുന്നു എന്ന് നമ്മുടെ മുഖ്യമന്ത്രി ഭരണം ഏറ്റെടുത്ത സമയത്ത് പറഞ്ഞത് പാഴ്വാക്കായി മാറുന്നൊരു സാഹചര്യമാണുള്ളത്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സജീവൻ, ഈ വാർത്ത ഇന്നലെ വന്ന് ഒരു മന്ത്രിയുടെ ബന്ധു, അദ്ദേഹത്തിൻ്റെ ഭാര്യ സഹോദരിയുടെ മകന് പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD സ്ഥാനം യുവാവായിരിക്കെ തന്നെ നൽകുന്നു എന്നത് വാർത്തയായി വന്നപ്പോൾ, അത് തന്നെ ഒരു MP-യുടെ മകനാണ് എന്നിരിക്കെ വാർത്തയായി വന്നപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഈ ചർച്ചകൾക്ക് വേണ്ടി ആളുകളെ വിളിച്ചപ്പോൾ CPM നേതാക്കൾ ആരും തന്നെ ചർച്ചകൾക്ക് തയ്യാറല്ല. ഞങ്ങൾ ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നതുകൊണ്ടല്ല വരുന്നത് എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും പല കാര്യങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. സാധാരണ ഏത് വിധത്തിലുള്ള, ഉദാഹരണത്തിന് രാഷ്ട്രീയ കൊലപാതക സംഭവങ്ങളാണെങ്കിൽ തന്നെയും ചർച്ചയിൽ വന്ന് പാർട്ടി നിലപാടുകൾ വിശദീകരിക്കുമാറുണ്ടായിരുന്ന നേതാക്കൾ ആരും, CPM-ൻ്റെ ആരും ഇത് സംബന്ധിച്ച് പ്രതികരിക്കാൻ തയ്യാറല്ല. എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് അത് അതിനോടൊരു അതൃപ്തി അവർക്കടക്കമുണ്ട് എന്നതാണല്ലോ. അത് സംബന്ധിച്ച് പിണറായി വിജയനെ നേരത്തെ കണ്ട പ്രസ്താവനയിൽ അതൃപ്തി ഉള്ളതായി തോന്നുന്നുമുണ്ട്. ഇതെങ്ങനെ എടുക്കണം? അതായത് ഇത് ആരുമറിയാതെ, പിണറായി വിജയൻ അറിയാതെ, ആരുമറിയാതെ ഇങ്ങനെയൊരു നിയമനം നടത്തിക്കളഞ്ഞതാണ് ഈ നേരത്തെ ശ്രീ സിദ്ദിഖ് പറഞ്ഞതുപോലെ സ്വാശ്രയ സമരം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മറവിൽ, അല്ലെങ്കിൽ ഇത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ അങ്ങ് പോവുകയാണെങ്കിൽ അയാൾ അവിടെ ഇരുന്ന് ശമ്പളം വാങ്ങിച്ചു കൊള്ളട്ടെ എന്ന ഔദാര്യ മനോഭാവം ഈ സർക്കാരിനുണ്ടായിരുന്നു എന്ന് കണക്കാക്കേണ്ടതുണ്ടോ? അല്ല, ഇത് ആരും അറിയാതെ സംഭവിച്ചതെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം സിദ്ദിഖ് പറഞ്ഞ പോലെ CPM സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ഉണ്ടാക്കിയ ലിസ്റ്റാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്നാലും ഇത് ആരുമറിയാതെ വ്യവസായ മന്ത്രിക്കോ അല്ലെങ്കിൽ ശ്രീമതി ടീച്ചർക്കോ എടുക്കാൻ പറ്റുന്നൊരു തീരുമാനമല്ല. എന്തായാലും ഇത് ഒരു കാര്യമുണ്ട്. കാരണം ഇത് ന്യായീകരിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിനും കഴിയില്ല എന്നുള്ളതുകൊണ്ടായിരിക്കണം ഈ CPM നേതാക്കന്മാരും ചർച്ചയിൽ പങ്കെടുക്കാൻ എത്താതിരുന്നത്. കാരണം ഇതിലൊരു എങ്ങനെയാണ് ന്യായീകരിക്കുക?
ഇതേ ശ്രീമതി ടീച്ചർ കഴിഞ്ഞ മന്ത്രിസഭയുടെ LDF മന്ത്രിസഭയുടെ കാലത്തും ഇതേപോലെ സ്വന്തം മകൻ്റെ ഭാര്യയെ അഡീഷണൽ PA ആയിട്ട് വെച്ചിട്ട് നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് വീണ്ടും ആവർത്തിക്കുമ്പോൾ നേരത്തെ മുഖ്യമന്ത്രി അധികാരം എടുത്ത സമയത്ത് തന്നെ പറഞ്ഞതുപോലെ അവതാരങ്ങൾ ഇടനാഴികളിലൂടെ വരുന്നു, അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ ഒരവസ്ഥ ഇപ്പോഴും മുഖ്യമന്ത്രി എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്. നമ്മൾ സിദ്ദിഖ് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടി അദ്ദേഹത്തിൻ്റെ താല്പര്യത്തോടു കൂടി വെച്ചതാണെങ്കിൽ അദ്ദേഹം ഇന്ന് പ്രതികരിച്ച ആ രീതിയിലല്ല പ്രതികരിക്കാം. ശ്രീ പിണറായി വിജയൻ്റെ രീതി അനുസരിച്ച് ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ ന്യായീകരിക്കാവുന്ന രീതിയിൽ അദ്ദേഹം ന്യായീകരിക്കും, അതിൽ പിന്മാറുകയുമില്ല. നമുക്കറിയാവുന്ന ഗീതാ ഗോപിനാഥിനെ വെച്ച് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് വെച്ചപ്പോഴും അതിനെ എന്തെല്ലാം തരത്തിലാണ് കോളിലൊക്കെ കൊണ്ടുപോയിട്ട് പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോഴൊക്കെ അത് ശരിയാണ് എന്ന രീതിയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം തന്നെ വളരെ കൃത്യമാണ്. ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ്, തെറ്റായ നടപടിയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ കൃത്യമാണ്. പൊതുമേഖല വ്യവസായ സ്ഥാപനങ്ങളിൽ ഒരാളെ അതിന് ഉന്നത സ്ഥാനത്ത് വയ്ക്കുമ്പോൾ അത് കഴിവും പ്രാഗൽഭ്യവുമുള്ള ആളുകളെ തന്നെയാണ് വെക്കേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ ഈ സുധീർ നമ്പ്യാർ അതിന് യോഗ്യനല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ നമുക്കറിയാമായിരുന്നു സുധീർ നമ്പ്യാരുടെ തലവെട്ടുമെന്നുള്ള കാര്യം. പക്ഷേ നമുക്ക് കൗതുകത്തോടുകൂടി കാണുന്ന സാധനം ഇത് ഒക്ടോബർ 3 തീരുമാനമെടുത്തിരുന്നൊക്കെ പറഞ്ഞ് പിന്നീട് മലക്കം മറിയുന്ന വ്യവസായ വകുപ്പിൻ്റെ EP ജയരാജൻ്റെ ഒക്കെ നിലപാട്. അദ്ദേഹം ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം വളരെ കൗതുകമാണ്. എൻ്റെ ബന്ധുക്കൾ പല ആളുകളും പല സ്ഥാനങ്ങളും ഉണ്ടാകും, അതൊന്നും പരാതി കിട്ടിയിട്ടില്ലെന്നോ, അതൊക്കെ തെറ്റാണ്. ഇതിനൊന്നും ന്യായീകരിക്കാൻ യഥാർത്ഥത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും CPMകാരനാണ് CPMകാരനും കഴിയില്ല. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും ഇത് ന്യായീകരിക്കുമ്പോഴാണ് തെറ്റ്. ഈ തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിലൊരു കൃത്യമായ നിലപാടെടുക്കുന്ന ഒരവസ്ഥ ഞാനതിനെ മുഖ്യമന്ത്രിയെ ശ്ലാഘിക്കുന്നു. കാരണം നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ സിദ്ദിഖും മറ്റൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പത്മകുമാറൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ ഓരോ പാർട്ടി ഭരിക്കുമ്പോഴും ആരെയാണ് ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ചെയർമാനായിട്ടും MD ആയിട്ടൊക്കെ വെക്കാറുള്ളത്. ഇപ്പം മന്ത്രി ബന്ധുവിന് വെച്ചു, അതല്ലാത്ത കഴിവുള്ള എത്ര പേര് എത്ര മേഖലകളിൽ വെക്കാറുണ്ട്. ഇത് എല്ലാ മുന്നണിയുടെയും എല്ലാ പാർട്ടികളുടെയും നടപടിയാണ്. ഇവിടെ ഇങ്ങനെയൊരു കാര്യം പുറത്തു വന്നപ്പോൾ ഈ തീരുമാനം എടുത്തു എന്ന് പറയുന്നത് അത് ഉടൻ തന്നെ റദ്ദാക്കുന്ന തീരുമാനം എടുത്തു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അതേ സമയത്ത് ഇത്തരം തീരുമാനങ്ങൾ ഇനിയും കുറേ ആളുകളുടെ ബന്ധുക്കളെ വെക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ തടയാൻ ഇത്തരം നിലപാടുകൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത് ശരിയാണ്. അതോടൊപ്പം തന്നെ CPMന് നാണക്കേടുണ്ടാക്കുന്ന രൂപത്തിലാണ് പല നേതാക്കന്മാരും സ്വന്തം മകൻ്റെ ഭാര്യയെ അഡീഷണൽ PA ആയിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD ആയിട്ട് വയ്ക്കുക, ഇങ്ങനെയുള്ള ചുമതലകളൊക്കെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത് സജീവൻ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഷെട്ടി സിദ്ദിഖ്, താങ്കൾ നേരത്തെ പറഞ്ഞു നിർത്തിയെടുത്ത് അതായത് ഇതല്ലാതെ ഈ PK സുധീറിൻ്റെ കാര്യമല്ലാതെ ഈ ഇപ്പോൾ നിലവിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ കുറ്റപ്പെടുത്താനായി മറ്റ് ആശ്രിത നിയമനങ്ങൾ വിത്തിൻ കോട്ട്സ് അതുകൂടെ ഉണ്ട് എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ട്രാക്കോ കേബിൾ അങ്കമാലി അതിൻ്റെ MD ആയി നിയമിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു പൈപ്പ് വ്യാപാരിയെ, ഈ ഐക്കോൺ പൈപ്പ് ഒരു കേബിൾ ബിസിനസ്സുകാരനായിട്ടുള്ള ഒരാളെ വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിറകിൽ വലിയ അഴിമതിയുണ്ട്, വൻ അഴിമതിയുണ്ട് ഇതിൻ്റെ പിറകിൽ. ഇതൊക്കെ ഒരു പ്രത്യേക വ്യക്തിയുമായി, അത് അന്വേഷിച്ചാൽ വളരെ കൃത്യമായി കിട്ടും, ഒരു പ്രത്യേക വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ, അദ്ദേഹത്തിൻ്റെ സ്നേഹിതന്മാർ ആയിട്ടുള്ള ആളുകളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്ത് കേൾക്കുന്ന പ്രധാനപ്പെട്ട സംസാരം. ആരാണ് ആ പ്രത്യേക വ്യക്തി? ഞാൻ സുധീർ നമ്പ്യാരുടെ പേര് വളരെ പ്രകടമായി കേൾക്കുന്നു ഈ കാര്യത്തിൽ. അതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, നായനാരുടെ കൊച്ചുമകൻ സൂരജിനെ കിൻഫ്രയുടെ ഫിലിം ആൻഡ് വീഡിയോ പാർക്കിൻ്റെ MD ആയി നിയമിച്ചിരിക്കുകയാണ്. കിൻഫ്രയുടെ നേരത്തെ ജൂനിയർ മാനേജറായിരുന്നു അദ്ദേഹം. ഡബിൾ പ്രൊമോഷനിലൂടെയാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊന്ന്, കോലിയൂക്കോട് കൃഷ്ണൻ നായർ CPIM സംസ്ഥാന സമിതി അംഗമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ കിൻഫ്രയുടെ ചീഫ് ജനറൽ മാനേജറാക്കി നിയമിച്ചിരിക്കുകയാണ്. അങ്ങനെ തുടങ്ങി ഓരോ നിയമനം, ആനത്തലവട്ടം ആനന്ദൻ്റെ മകൻ അദ്ദേഹം
FM റേഡിയോയുടെ ഒരു മാർക്കറ്റിംഗ് മാനേജറായിരുന്നു. കിൻഫ്രയുടെ അപ്പാരൽ പാർക്കിന്റെ MD ആക്കി നിയമിക്കുക. അങ്ങനെ തുടങ്ങി. സത്യത്തിൽ ഇത് കേട്ടാൽ അന്തം വിട്ടുപോകും. പക്ഷെ അതിൽ അന്തം വിടാനെന്താണുള്ളത്? അതായത് ശ്രീ സിദ്ദിഖ്, ഈ PK സുധീറിന്റെ കാര്യം ഇങ്ങനെ കുറ്റകരമാണെന്ന് തന്നെ വെക്കുക. നമുക്ക് മുന്നിൽ അതിനുള്ള തെളിവുകളുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ IAS കാരിയായിരിക്കുന്ന ആൾ ഇരിക്കുന്നിടത്ത് ഇരിക്കാൻ മാത്രമുള്ള ശേഷിയുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷേ ഈ CPM നേതാക്കളുടെ മക്കളോ കൊച്ചുമക്കളോ ആയതുകൊണ്ട് ഒരു സ്ഥാനത്തും ജോലിയിലിരിക്കാൻ പാടില്ല, അവർക്കതിനുള്ള കഴിവുണ്ടാവുകയില്ല, അവർക്കതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവുകയില്ല എന്ന മുൻവിധി നമ്മളെടുത്ത് പ്രയോഗിക്കുന്നത് ശരിയാകുമോ? സനീഷ് പറഞ്ഞ ഒരു കാര്യം വളരെ കൃത്യമാണ്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കൾ, CPIM നേതാക്കന്മാരുടെ മക്കൾ ആയതുകൊണ്ട് അത് ഒരു കാരണവശാലും ഡിസ്ക്വാളിഫിക്കേഷൻ ആവരുത്. അതേ സന്ദർഭത്തിൽ തന്നെ അതൊരു ക്വാളിഫിക്കേഷനായും മാറരുത്. ഇവിടെ അത് ഡിസ്ക്വാളിഫിക്കേഷനായി മാറിയില്ല, അതേ സമയത്ത് അതൊരു ക്വാളിഫിക്കേഷനായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ഒരു രസകരമായ കാര്യം ഒന്ന് സനീഷ് ഒന്ന് ഓർക്കണം. ഇതിൽ റിഹാബിൻ്റെ MD ആയിരുന്ന പത്മകുമാർ ഇതിലൊരു ക്ലോസ് വെച്ചിരിക്കുന്നു, ഇവരുടെ റെമ്യൂണറേഷൻ. ഈ റെമ്യൂണറേഷനെ സംബന്ധിച്ച് എന്താ പറയുന്നത് അറിയോ? ആസ് പെർ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. മുൻകൂട്ടി പറഞ്ഞില്ല, എല്ലാ ഇൻ്റർവ്യൂവിൻ്റെ സമയത്തും മുൻകൂട്ടി പറയുന്ന ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വയ്ക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MDമാരുടെ റെമ്യൂണറേഷനെ സംബന്ധിച്ച് സൈലൻ്റായി. അതിൻ്റെ അർത്ഥം എന്താ? വരുന്ന ആളുകൾ തീരുമാനിക്കും, 2 ലക്ഷമോ 5 ലക്ഷമോ എത്ര എഴുതിയെടുക്കണമെന്ന് അവർ തീരുമാനിക്കും. ഈ രീതിയിൽ സ്വജനപക്ഷപാതത്തിൻ്റെ, പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ സ്വജനപക്ഷപാതത്തിൻ്റെ വലിയതായിട്ടുള്ള അഴിമതിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പിന്നെ നേരത്തെ ചോദ്യത്തിൻ്റെ മറുപടി പറയാം. ഇവിടെ കൃത്യമായിട്ട് ഇതിന് ഇവർ നിശ്ചയിച്ചിരിക്കുന്ന ക്വാളിഫിക്കേഷനിൽ ഗ്രാജുവേറ്റ് ഇൻ എൻജിനീയറിംഗ് ഓർ MBA എന്നിട്ട് പറഞ്ഞിട്ടുള്ളത് he or she should have at least 15 years of post qualification experience. എന്നിട്ട് ആ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിൽ 5 വർഷം കൃത്യമായി സീനിയർ ലെവൽ എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല എങ്കിൽ ഒരു റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ്റെ ഒരു ഡിവിഷൻ്റെ ലാർജ് കമ്പനിയുടെ റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ്റെ 5 വർഷത്തെ സീനിയർ ലെവൽ ഹെഡായിരിക്കണം അദ്ദേഹം. ഞാൻ ചോദിക്കുന്നു, ഈ ആളുകൾ അങ്ങനെയുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ MDയോ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഹെഡോ ഡിവിഷൻ്റെ നേതൃപരമായിട്ടുള്ള വൈഭവമോ ഇവർക്കുണ്ടായിരുന്നോ? അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ തകർത്തു. ഈ നേരത്തെ പറഞ്ഞല്ലോ പിണറായി വിജയൻ അറിയില്ല. ഞാനൊരു കാര്യം പറയാം. ഇന്ന് രാവിലെ കോഴിക്കോട് ഒരു ബീവറേജസ് കോർപ്പറേഷൻ്റെ സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ്റെ അടുത്തൊരു പരാതി പറയാൻ പോയി. അവിടെയുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ളതായിരിക്കുന്ന ആളുകൾ. TP രാമകൃഷ്ണൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഞാൻ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കട്ടെ, ഒരു ബീവറേജസ് കോർപ്പറേഷൻ്റെ ഒരു ഔട്ട്ലെറ്റ് മാറ്റുന്ന കാര്യം മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് ചെയ്യാം. അതാണ് ഇടതുപക്ഷ ഭരണകൂടം. എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞേ ചെയ്യൂ. കുറ്റം പറയേണ്ട അങ്ങനെയുള്ള മുഖ്യമന്ത്രി ഒന്നും അറിയാതെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കടന്ന് തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടത്തിയ കാലത്ത് നിന്ന് ഒരു അതിനേക്കാൾ നന്നായിരിക്കുമെന്ന് വിചാരിക്കുക, അത്ര തന്നെ. അല്ല, നിങ്ങൾ അതിനെ ഏത് രീതിയിലെടുത്തോ, ഞാൻ അതിനെ ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലെടുത്തോ. പിണറായി വിജയൻ അറിഞ്ഞില്ല. അല്ല, അങ്ങനെയല്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ജനക്ഷേമ പദ്ധതികളും പരിപാടികളും നടത്തി ആയിരക്കണക്കിന് ആളുകൾ വരുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇന്ന് ആരും വരുന്നില്ല എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ മതി. ആരും വരുന്നില്ല എന്നുള്ളത് കണ്ടാൽ മതി. അത്രയേ ഉള്ളൂ വ്യത്യാസം. അശരണരും പിന്നെ പ്രയാസപ്പെടുന്ന ആളുകളും വരുമ്പോൾ അതിൻ്റെ കൂടെ ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ 1-2 കള്ളത്തരം ചെയ്യുന്ന ആളുകൾ വരും. അതിനെ എൻക്വയറി വെച്ചിട്ടുണ്ട്. ആ എൻക്വയറി നടക്കട്ടെ. ആ എൻക്വയറിക്ക് വിധേയമാകുന്ന ആളുകളൊക്കെ ഇപ്പോൾ പറയുന്നത് എന്താ അറിയോ? ഞങ്ങൾക്ക് ഇപ്പം നീതി കിട്ടുമെന്നാണ് പറയുന്നത് പിണറായി വിജയൻ്റെ അടുത്ത് നിന്ന്. അഭിമുഖത്തിൽ പറഞ്ഞത് ഈ മെനഞ്ഞാന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അതിലേക്കല്ല പോകുന്നത്, ഞാൻ നമ്മൾ സബ്ജക്റ്റിലേക്ക് വരാം. ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ള കാര്യം സ്വജനപക്ഷപാതമാണ്, അഴിമതിയാണ്. ഈ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണം. ഇതിൽ പാർട്ടിക്ക് പങ്കുണ്ട്, ഇതിൽ ഭരണകൂടത്തിന്റെ നാഥന് പങ്കുണ്ട്, കൺസേൺഡ് മന്ത്രിക്ക് പങ്കുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ JR പത്മകുമാർ, ഇത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തേക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ വരുന്നത് കേരളത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്നതല്ല. സ്വാഭാവികമായും ഇത് എതിർക്കപ്പെടുമ്പോൾ തന്നെയും ഇങ്ങനെയൊരു ശീലമുണ്ട് എന്നത് കാണാതിരിക്കാൻ പറ്റുമോ? അവിടെ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായപ്പോൾ അപ്പോൾ തന്നെ തിരുത്തലുമായി വന്ന
അതിനെ പ്രതിരോധിക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തുവല്ലോ എന്ന് പ്രതിരോധിക്കാനായിട്ട് ആരും ഇതുവരെ എവിടെയും വരാത്തത് കൊണ്ട് ആ മട്ടിലുള്ള ഒരു ചമ്മലെങ്കിലും ഉള്ള ഒരു സർക്കാരാണ് എന്ന ആനുകൂല്യം ഈ സർക്കാരിന് കൊടുക്കേണ്ടതുണ്ടോ? രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്നതിൽ ആരാ എതിർക്കുന്നത്? രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കന്മാർ വരണം, ചില കോർപ്പറേഷനിൽ അല്ലെങ്കിൽ അതുമായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരണം, കഴിവുള്ള ആളുകൾ വരണം. ഇത് രാഷ്ട്രീയ നേതാക്കന്മാർ വരുന്നതിനല്ല എതിർത്തത്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ മക്കളും മരുമക്കളും ചെറുമക്കളും അവരുടെ ലാവണങ്ങളായി പൊതുമേഖലാ സ്ഥാപനങ്ങളെ മാറ്റിക്കൊണ്ട് പൊതുഖജനാവ് വീട്ടിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന നിലപാടുകളെയാണ് എതിർത്തിട്ടുള്ളത്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പി ജയരാജൻ വളരെ ഈ നമ്മുടെ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡന്റ് മാറ്റാൻ അഞ്ജു ബോബി ജോർജിനെ മാറ്റാൻ ശ്രമിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, അന്ന് DYFI ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത്, അഞ്ജു ബോബി ജോർജിൻ്റെ സഹോദരനെ ഒരു കായിക താരം അദ്ദേഹത്തിനെ കോച്ചായി നിയമിച്ചു, അത് സ്വജനപക്ഷപാതമാണ്, അഴിമതിയാണ് എന്ന് പറഞ്ഞ ഈ പി ജയരാജനും അല്ലെങ്കിൽ DYFIയും ഇപ്പം എന്താ നിലപാട്? എന്താ പറയട്ടെ? ഇത് ഏത് രീതിയിലുള്ള അപ്പോയിൻമെൻ്റാണ് നടത്തിയുള്ള കഴിവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണോ? മാത്രമല്ല, ഇത് മാത്രമൊന്നുമല്ല, ഇനി അങ്ങോട്ടുള്ള പുസ്തകങ്ങൾ ഈ ഫയലുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം ഒരുപാട് അപ്പോയിൻമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരത്തെ ഒരു മുൻ MLA ഭാര്യ PSC മെമ്പറായി, ഇത് സ്വജനപക്ഷപാതമല്ലേ? ഇവിടുത്തെ ഒരു CI2 നേതാവിൻ്റെ ഭാര്യ സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടറായി. അതേപോലെ നോക്കിയാൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ സ്വജനപക്ഷപാതപരമായ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ അഴിമതിയിലൂടെ ഈ സ്ഥാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം തുറന്ന് സമ്മതിച്ചാൽ മതി, എൻ്റെ ഭരണത്തിൽ ഇടനാഴിയിൽ എൻ്റെ സ്വന്തക്കാരായി അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവരായി പലരും കടന്നു വരുന്നുണ്ട്, അവരെയൊക്കെ ഞങ്ങൾ കൊടുക്കും എന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചാൽ മതി. മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതാണ്. ഇന്നലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അപ്പോയിൻമെൻറ്റ് ഇന്നലെ സെക്രട്ടേറിയറ്റ് കൂടി ക്ലിയർ ചെയ്തതാണ്. ഇനി നടത്താൻ പോകുന്ന അപ്പോയിൻമെൻറ്റും പാർട്ടി അറിഞ്ഞ് തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിലെ സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളും അതുപോലെ പ്രിന്റ് മീഡിയയും ഈ കാര്യം പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇത് വളരെ ഭംഗിയായി വളരെ സൗകര്യപൂർവ്വം ഇനിയും തുടർന്നു കൊണ്ടുപോകുമായിരുന്നു. ഞാൻ തിരിച്ചു വരാം ശ്രീ പത്മകുമാർ താങ്കളിലേക്ക്. അത് വസ്തുതയാണ് ശ്രീ എസ് സജീവൻ. എന്തുകൊണ്ടെന്നാൽ ഇത് വാർത്തയായിരുന്നില്ലായിരുന്നെങ്കിൽ, വിവാദമായിട്ടില്ലായിരുന്നുവെങ്കിൽ ഇതിങ്ങനെ തന്നെ പോയേനെ, അദ്ദേഹം ആ സ്ഥാനത്തിരുന്നേനെ. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന സുധീറിനെ നിയമിച്ച ഉത്തരവ് റദ്ദാക്കി, നിയമിച്ചിരുന്നു എന്നത് വ്യക്തമാണ് ഈ വ്യവസായ വകുപ്പ് ഇറക്കിയ പത്രക്കുറിപ്പിൽ നിന്നും. നിയമിച്ച ഉത്തരവ് റദ്ദാക്കി എന്ന പത്രക്കുറിപ്പിൽ പറയുമ്പോൾ, എന്നാൽ ചുമതല ഏറ്റെടുക്കാൻ സാവകാശം അഭ്യർത്ഥിച്ച് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് സുധീർ കത്ത് നൽകുകയും തുടർന്ന് സമയം നീട്ടി നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 3/10/2016 സുധീറിൻ്റെ നിയമന ഉത്തരവ് റദ്ദ് ചെയ്യാനും തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കുറച്ചുകൂടെ സാവകാശം വേണമായിരുന്നു. അദ്ദേഹത്തിന് സാവകാശം കൊടുക്കാൻ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇത് റദ്ദാക്കേണ്ടി വന്നത്. അദ്ദേഹം അപ്പോൾ തന്നെ ഞാനിതാ നിയമനത്തിന് അംഗീകരിച്ചിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് വന്ന് ഈ ചുമതല ഏറ്റെടുക്കുകയാണെന്ന് അപ്പോൾ തന്നെ പറഞ്ഞിരുന്നുവെങ്കിൽ ഈ വിവാദങ്ങൾ ഉണ്ടായാൽ തന്നെയും അദ്ദേഹം ആ സ്ഥാനത്തിരുന്നേനെ. ഈ സമയത്ത് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ, ഈ നിയമനത്തെ ന്യായീകരിക്കാൻ എല്ലാ നേതാക്കളും വരികയും ചെയ്തേനെ. ഇതിപ്പോൾ നിയമനം കൊടുക്കാത്തത് കൊണ്ടല്ല. ആ അർത്ഥത്തിൽ ഇങ്ങനെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തയാൾക്ക് ഈ നേതാക്കൾക്ക് വന്ന് ന്യായീകരിക്കാൻ പോലും ആകാത്ത വിധം ഒരു പദവി കൊടുത്തിട്ട്, പദവി കൊടുക്കുന്നത് സ്വജനപക്ഷപാതം പോലുമല്ല, അഴിമതിയാണ് എന്ന നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? ആ അർത്ഥത്തിൽ പ്രതിപക്ഷമെങ്കിലും ഇതിന്മേൽ അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടതല്ലേ? ഇതുവരെ ആ മട്ടിലുള്ള ശക്തമായിട്ടുള്ള പ്രസ്താവനകളൊന്നും ആ ഭാഗത്ത് നിന്ന് വന്നു കാണുന്നില്ല. എന്തുകൊണ്ടാകണം? അല്ല, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വരാത്തതിന് കാരണം അവർക്ക് കൈ കഴുകിയിട്ട് തെളിയിക്കാൻ പറ്റുമോ? അവരുടെ ശുദ്ധി തെളിയിക്കാൻ പറ്റുമോ? നമ്മളിപ്പോൾ നേരത്തെ പത്മകുമാർ പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ, ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ വരുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നു. പലപ്പോഴും അതാണ് എന്തിനു വേണ്ടിയാണ് ഇവർ വരുന്നത്. ഞാൻ ഇടതുപക്ഷം ചെയ്തതിന് ന്യായീകരിക്കല്ല. ഇവിടെ ഇപ്പോൾ പല രാഷ്ട്രീയ നേതാക്കന്മാരും ഒരു കഴിവുമില്ലാതെ കാശ് ഉണ്ടാക്കുകയോ കാശ് അഴിമതിയിലൂടെയോ അല്ലാതെയോ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ മാറി വന്നിട്ടുള്ളൊരു കാര്യം, ഇവിടെ രാഷ്ട്രീയ നേതാക്കന്മാരല്ല, അവരുടെ മക്കളും അല്ലെങ്കിൽ മരുമക്കളും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അതും ശരിയല്ല. ഇവിടെ ഒരു കാര്യം ശരിയാണ്, നേരത്തെ പറഞ്ഞ പോലെ ഇത് നിയമനം റദ്ദ് ചെയ്യുന്നതിന് കാരണമായി പറയുന്നത് തീർത്തും അപഹാസ്യമായ ഒരു കാരണമാണ്. സെക്ഷൻ ഓഫീസർ ഒപ്പിട്ട ഒരു ഉത്തരവ്, അതിലിതൊന്നും പറയേണ്ട കാര്യമില്ല.
അതിന് ഈ സെക്ഷൻ ഓഫീസർ ഒപ്പിട്ട ഉത്തരവിൽ ഒക്ടോബർ 3-ാം തീയതി എൻ്റെ ഈ ഉത്തരവ് ഇറങ്ങിയതായിട്ട് കാണിക്കുന്നതൊക്കെ ശരിയാണെന്ന് നമ്മളാരും വിശ്വസിക്കുന്നുമില്ല. ശരിക്കും വേണ്ടി അതാണ് വീണ്ടും ഈ സംഭവത്തെ അപഹാസ്യമാക്കുന്നത്. അതല്ലെങ്കിൽ തെറ്റാർക്കും പറ്റാം. തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇതൊരു വീഴ്ചയാണ്. ഒരാളുടെ ബന്ധുവിനെ ഇപ്പം നേരത്തെ പത്മകുമാറും സിദ്ദിഖൊക്കെ സമ്മതിച്ചു, ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധു ഏതെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ ഉന്നത പദവിയിലോ ഏതെങ്കിലും ഒരു പദവിയിൽ വരുന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം അയാൾ ക്വാളിഫൈഡ് ആണെങ്കിൽ. ക്വാളിഫൈഡ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലുള്ള തെറ്റുണ്ട്. ആ തെറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ തിരുത്തുകയാണ് വേണ്ടത്. ആരെങ്കിലും ബോധപൂർവം ചെയ്തായിരിക്കാം, മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്നൊക്കെ സിദ്ദിഖൊക്കെ പറയുന്നത്. അങ്ങനെ എങ്ങനെയാണെങ്കിൽ പോലും അതൊരു പരസ്യമായിട്ട് വരുമ്പോൾ തിരുത്തുമ്പോൾ വീണ്ടും അത് തിരുത്തുകയല്ല, ഞങ്ങൾ ഈ പറഞ്ഞ നിയമിക്കപ്പെട്ട വ്യക്തിക്ക് വരാൻ കാലതാമസം വേണ്ടതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹത്തെ നിയമിക്കുന്നില്ല എന്ന് പറയുന്നു. അത് തന്നെ ഏറ്റവും വലിയ തെറ്റല്ലേ? അങ്ങനെ ഒരാൾ കുറച്ച് സമയം ചോദിച്ചാൽ ഈ വീണ് പോകുന്നതാണോ KSIയുടെ പ്രവർത്തനങ്ങൾ? അങ്ങനെയൊന്നുമില്ല. അപ്പം ശരിക്കും ബോധപൂർവമായിട്ട് ഇങ്ങനെ ഒരു കത്തുണ്ടാക്കുകയും അതിനെ ന്യായീകരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളൊക്കെ ഒരു തരത്തിൽ അതിനെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? അപ്പോൾ ശരിക്കും അത് തെറ്റാണ്. പക്ഷേ പ്രതിപക്ഷം പറയുമ്പോഴും UDF ആണെങ്കിലും BJP ആണെങ്കിലും അവർക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? അവർക്ക് ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം, ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണമോ എന്തെങ്കിലും അന്വേഷണം വേണമെന്നൊക്കെ ഇപ്പോൾ സിദ്ദിഖ് പറഞ്ഞു. UDFൻ്റെ കാലത്ത് നടത്തിയ നിയമനങ്ങളൊക്കെ വളരെ കൃത്യമാണ്, നിയമപ്രകാരമാണ്, ഒരു തരത്തിലുള്ള കറയുമില്ലാത്തതാണ് എന്ന് പറയാൻ സിദ്ദിഖിനോ അല്ലെങ്കിൽ പത്മകുമാർ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ തലത്തിൽ നടക്കുന്ന നിയമനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ശരിയാണ്. സജീവൻ താങ്കളിലേക്ക് ശ്രീ PM മനോജ് അദ്ദേഹം ടെലിഫോണിലാണ്. ശ്രീ PM മനോജ്, സംഗതി തിരുത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോൾ തന്നെയും ക്വാളിഫിക്കേഷൻ ഇല്ലാത്തയാളെ പിന്നീട് തിരുത്തേണ്ടുന്ന വിധത്തിൽ ഈ സ്ഥാനത്ത് നിയോഗിച്ചതിൽ ശരിയല്ലാത്ത കാര്യമില്ലേ? അതെങ്ങനെയാണ് ന്യായീകരിക്കാനാവുക? ശരിയല്ലാത്ത കാര്യമല്ലേ സനീഷ തിരുത്തുക? സാധാരണഗതിയിൽ ഈ തെറ്റ് പറ്റുക എന്നത് മനുഷ്യ സഹജമായ സംഭവമാണ്. അപ്പൊ സ്വാഭാവികമായും തെറ്റ് എന്ന് പറയുന്നത് അത് കുറ്റകരമായ സംഭവമാവണമെന്നില്ല. മനുഷ്യ സഹജമായ ചില പെശകുകൾ സംഭവിക്കാം. അത്തരം പെശകുകൾ സംഭവിക്കുമ്പോൾ അത് വെരിഫൈ ചെയ്യാനും അത് തിരുത്താനുമുള്ള പ്രോസസ്സ് എവിടെ നടക്കുന്നുവോ അവിടെയാണ് ഉത്കൃഷ്ടമായ സമീപനത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാനാവുക. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരമൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ആ കഴിഞ്ഞ 5 വർഷത്തെ ആ ഭരണം തെറ്റുകളുടെ നിരന്തര പ്രവാഹമായിരുന്നു. ആ തെറ്റുകളിൽ ഒന്നും തന്നെ തിരുത്തപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ആ തെറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു അനൗചിത്യം, ഏതെങ്കിലും തരത്തിലൊരു അനൗചിത്യമാണെന്ന് ആർക്കെങ്കിലും തോന്നുന്ന കാര്യം പോലും അത് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാനും അതിന്റെ ഭാഗമായിട്ട് അത് പെശകാണോ എങ്കിൽ അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയാനുമുള്ള മനോഭാവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനതിന് ന്യായാന്യായങ്ങളിലേക്കൊന്നും പോകുകയല്ല. ന്യായാന്യായങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുവരെ നടന്ന എല്ലാ നിയമനങ്ങളെ കുറിച്ചും UDF ഗവൺമെന്റ് 5 വർഷം അതിനു മുമ്പുള്ള എല്ലാ കാലത്തെയും നിയമനങ്ങളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ഇഴകീറി പരിശോധിക്കാൻ കഴിയും. അതുപോലെയല്ല ഒരു വിഷയം, ആ വിഷയം തെറ്റാണോ ശരിയാണോ എന്നല്ല, അത് ജനങ്ങൾക്ക് മുന്നിൽ അത് ഏതെങ്കിലും തരത്തിൽ വിവാദത്തിനിടയാവുന്ന ഒന്നാണെങ്കിൽ അത് തിരുത്തണം. അങ്ങനെ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അത് തിരുത്താനുള്ള മനോഭാവം ഉണ്ടാക്കണം. അങ്ങനെ ഒരു മനോഭാവം ഇവിടെ ഉണ്ടായിരിക്കുന്നു. അത് നമ്മൾ പറയുമ്പോഴല്ല, അതിനു മുമ്പ് തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത്തരം പെശകുകൾ മനുഷ്യ സഹജമാണ്. ആ പെശകുകൾ തിരുത്തുക എന്നതാണ് പ്രധാനം. ആ തിരുത്ത് ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന്റെ യശസ് ഈ ഒരു സംഭവത്തിലൂടെ വർദ്ധിക്കുന്നു എന്നേ ഞാൻ കരുതുന്നുള്ളൂ. ഞാൻ തിരിച്ചു വരാം. കുറച്ചു നേരം കൂടെ താങ്കൾ ടെലിഫോൺ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശ്രീ സിദ്ദിഖ്, താങ്കൾക്ക് തൃപ്തികരമാവുകയില്ല ആ മറുപടി എന്നറിയാമെങ്കിൽ തന്നെയും എങ്ങനെ കാണുന്നു അതിനെ? ഞാൻ വളരെയധികം അതിശയത്തോടു കൂടിയാണ് PM മനോജിൻ്റെ സംസാരത്തെ കണ്ടത്. ഒന്ന്, തെറ്റുകൾ മനുഷ്യ സഹജമാണ്. പിന്നെ ഒന്നുകൂടെ LDF ഭരണകൂടത്തിൻ്റെ യശസ് ഈ നടപടിയിലൂടെ വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് മനോജിനോട് പറയുന്നത്. പിന്നെ മനോജിനോട് പിന്നെ അതിന് മറുപടി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മനോജ്, ഏറ്റവും പ്രധാനപ്പെട്ടത് ഒക്ടോബർ 3-ാം തീയതി നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിന് MD സ്ഥാനം ഏറ്റെടുക്കാൻ സമയം ചോദിച്ചു, സമയം നൽകാൻ തയ്യാറല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റുന്നു എന്നാണ് പറഞ്ഞത്.
തെറ്റ് പറ്റിയെന്നോ തെറ്റ് മാറ്റുന്നു എന്നുള്ളതല്ല നിങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു സാവകാശം ചോദിച്ചു, അതുകൊണ്ട് ആ സാവകാശം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല, അതുകൊണ്ട് മാറ്റുന്നു എന്നാണ്. സർക്കാർ വകുപ്പ് നൽകിയതാണ്. അദ്ദേഹം പാർട്ടിയുടെ കാര്യമാണ് പറയുന്നത്. സർക്കാർ വകുപ്പിന് ഇങ്ങനെയല്ലാതെ ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്നാണ് എഴുതി വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് വലിയ ഫയൽ ഉണ്ടാക്കേണ്ടി വരും. സനീഷ ഞാൻ പറഞ്ഞത് സർക്കാർ വകുപ്പ് ഇത് പാർട്ടിയാണല്ലോ. ഇതൊക്കെ ഇ പി ജയരാജൻ ആരാ? കേന്ദ്ര കമ്മിറ്റി അംഗമാണല്ലോ. ഇ പി ജയരാജൻ CPIM-ന്റെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ. ഞാൻ ചോദിച്ചൊരൊറ്റ കാര്യമുള്ളൂ, ഇത് റിയാബിന്റെ ഈ പ്രീ ക്വാളിഫിക്കേഷൻ സെറ്റ് ചെയ്ത് അപേക്ഷ ക്ഷണിച്ച് നേരത്തെ കേട്ടതാണ്. ശ്രീ PM മനോജ്, ഇതിനൊരു പ്രോസസ് ഉണ്ടാകുമല്ലോ. അതായത് നേരത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ആരൊക്കെ വരണമെന്ന് നിശ്ചയിക്കുക, അത് സംബന്ധിച്ച് അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാവുക. ഞങ്ങളെല്ലാം ശരിയാക്കാനാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങളെ കട്ടുമുടിച്ചില്ലാതാക്കിയിരിക്കുന്ന UDF സർക്കാരിൽ നിന്ന് മാറിയിട്ടെല്ലാം ശരിയാക്കാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെക്കുറിച്ച് ധാരണയുണ്ടാകും. ഈ ധാരണ നേരത്തെ ഉണ്ടാക്കിയപ്പോഴൊന്നും ശ്രദ്ധയിൽപ്പെടാതെ നിയമിച്ചതിന് ശേഷം അദ്ദേഹം കുറച്ചുകൂടെ സമയം വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ മാത്രം എന്തുകൊണ്ടാണ് തിരുത്താൻ തോന്നിയത്? ഇത് വിവാദമായിരുന്നില്ലായിരുന്നെങ്കിൽ തിരുത്തൽ ഉണ്ടാകുമായിരുന്നില്ല എന്ന് കരുതാനുമുണ്ടല്ലോ ഇടം. അതല്ല, ഈ പ്രോസസ്സിൽ എന്തെങ്കിലും കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ചോദ്യം ചെയ്യപ്പെടാനുള്ള അർഹത ഉണ്ട്. അത് ചോദ്യം ചെയ്യാൻ ഉള്ള അർഹത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ പ്രോസസ്സിന്റെ കാര്യം അത് വേറൊരു വിഷയമാണ്. ഇവിടെ ഇത്തരമൊരു നിയമനത്തിലെ അനൗചിത്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അത് ഈ മന്ത്രിയുടെ ബന്ധുക്കൾ അത് തെറ്റാണ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ അദ്ദേഹം ഈ നിയമിക്കപ്പെട്ട ആൾ അയോഗ്യനാണോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണല്ലോ. ഇവിടെ ഉള്ള വിഷയം നമ്മൾ കഴിഞ്ഞ 5 വർഷം കണ്ട കാര്യം, ആ കണ്ട കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാ? സരിത ക്ലിഫ് ഹൗസിൽ പോയോ ഇല്ലയോ എന്നുള്ളതൊക്കെ അല്ലല്ലോ ഇവിടുത്തെ ചർച്ച. ഇവിടുത്തെ ചർച്ച ശ്രീ സിദ്ദിഖ് മനസ്സിലാക്കേണ്ടത്, ഒരു നിയമനം നടന്നു, ആ നിയമനത്തിനെതിരെ വിമർശനം വരുന്നു. ആ വിമർശനം വരുമ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു വിമർശനം ഉണ്ടായ സാഹചര്യത്തിൽ ഇത് ഒഴിവാക്കുന്നു എന്ന് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കുന്ന ഭരണാധികാരികൾ ഇവിടെ ഉണ്ടാവുന്നു. അതാണ് വിഷയം. ആ ആർജവം നിങ്ങൾ കാണിച്ചില്ല എന്നതാണ് ശ്രീ സിദ്ദിഖ് നിങ്ങളുള്ള പരാതി. നിങ്ങൾക്കെതിരായിട്ട് ഉന്നയിക്കപ്പെട്ട നിരവധി ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്നൊന്നും നിങ്ങൾ കാണിക്കാത്ത ആർജവവും ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഇന്ന് കാണിച്ചു എന്ന വ്യത്യാസമാണ് നിങ്ങൾ കാണേണ്ടത്. അത് കാണാതെ ഇ പി ജയരാജന്റെ ഒരു ബന്ധുവിനെ നിയമിച്ചു എന്ന രീതിയിൽ തീർത്തും കേവലമായ അർത്ഥത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുക. അങ്ങനെ വന്നാൽ കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് മന്ത്രിമാരുടെയും അതുപോലെ നേതാക്കളുടെയും ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് നടന്ന നിയമനങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം, തുറന്ന ചർച്ചയാവാം. അപ്പോൾ ബാക്കിയുള്ള പ്രശ്നം അദ്ദേഹം നേരത്തെ ചൂണ്ടിക്കാണിച്ചു ശ്രീ PM മനോജ്, എനിക്ക് ഒന്നുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഉത്തരവിൽ തന്നെ പറയുന്നത് സമയം നീട്ടി നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലെന്നാണ്. അദ്ദേഹത്തിന് കുറച്ചുകൂടെ സാവകാശം വേണമായിരുന്നു. അല്ലാതെ ഇക്കാര്യത്തിൽ ധാർമ്മികമായി ഒരു മന്ത്രിയുടെ മരുമകൻ അല്ലെങ്കിൽ ഭാര്യ സഹോദരിയുടെ പുത്രൻ, ഒരു MP-യുടെ മകൻ, കേന്ദ്ര കമ്മിറ്റി അംഗത്തുമായിട്ടുള്ള ബന്ധുത്വം, ഇങ്ങനെയൊക്കെയുള്ള ഒരാളെ ഈ സർക്കാരിൻ്റെ കാലത്ത് വലിയ ബന്ധുത്വമുള്ള ഒരാളെ കൊണ്ടുപോയി പൊതുമേഖലാ സ്ഥാപനത്തിന് തലപ്പത്ത് വെക്കുന്നത് ശരിയാണോ എന്ന ധാർമ്മികമായ ചിന്ത, IAS-കാരി ഇരിക്കുന്ന ഒരു പദവിയിലേക്ക് വീണ്ടും IAS-കാരിയാണ് ഇപ്പോൾ തുടരുന്നത്, ആ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിചയമൊക്കെ ഇദ്ദേഹത്തിനുണ്ടോ എന്ന സംശയം ഉയർന്നേക്കാമെന്നുള്ള സാഹചര്യം, ഈ കാര്യങ്ങളൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നത് ഈ സംവിധാനത്തിൻ്റെ താങ്കൾ ആക്ഷേപിക്കുന്ന കഴിഞ്ഞ സർക്കാർ എന്ന സംവിധാനത്തിൻ്റെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സംവിധാനത്തിന് ഇപ്പോഴത്തെ സർക്കാരിനുണ്ട് എന്ന് പറയുന്ന ഈ അധികമായ ശേഷിയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നുകൂടെ കാണേണ്ടതല്ലേ? അല്ല, ധാർമ്മികതയുടെയും യോഗ്യതയുടെയും വിഷയം രണ്ടാണ്. യോഗ്യതയുടെ വിഷയം ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയിൽ രാഹുൽ ഗാന്ധി ഇരിക്കാൻ അർഹതയുണ്ടോ എന്നതാണ് യോഗ്യതയുടെ വിഷയം. ധാർമ്മികതയുടെ വിഷയം വേറെയാണ്. അപ്പൊ ഇപ്പോ കൃത്യമായി യോഗ്യതയുള്ള ആളുകളല്ല ഇങ്ങനെ നിയമനത്തിന് പരിശോധിക്കപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ അതൊരു തരത്തിൽ പരിശോധിക്കപ്പെടണം. പക്ഷെ ഇവിടെ PK ശ്രീമതി എന്ന CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, അവരുടെ മകന് ഈ ഇത്തരമൊരു സ്ഥാനത്തെത്താൻ യോഗ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയാണ് നടക്കുന്നത്. ആ യോഗ്യത സാങ്കേതികമായ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ ഞങ്ങൾ പരിശോധിച്ചതും അതുപോലെ ഇന്നിപ്പോ ഉണ്ടായ സംഭവങ്ങളിൽ ആകത്തുകയായിട്ട് വിലയിരുത്താവുന്നതും ധാർമ്മികതയുടെ വിഷയം പോലും, യോഗ്യത വിട്ട് ധാർമ്മികതയുടെ വിഷയം പോലും പരിഗണിച്ചുകൊണ്ടാണ് ഈ പ്രശ്നത്തിൽ
CPIM എന്ന പാർട്ടി അല്ലെങ്കിൽ CPIM എന്ന പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള വ്യവസായ മന്ത്രി EP ജയരാജൻ നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോ അനവധാനത കൊണ്ടോ അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കൊണ്ടോ ചില പറ്റിയേക്കാം. അങ്ങനെ പറ്റുന്ന പ്രശ്നങ്ങളായാൽ പോലും അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പരിഹരിക്കണം എന്ന താല്പര്യം CPIM എന്ന പാർട്ടി അതിന് നേതൃത്വം പ്രകടിപ്പിച്ചിരിക്കും. ഞാൻ ഒരു നിമിഷം തിരിച്ചു വരാം ശ്രീ PM മനോജ്. അദ്ദേഹം ഇതുപോലുള്ള തെറ്റുകൾ മുൻകാലങ്ങളിലും ആവർത്തിക്കുകയും തിരുത്തലുകൾക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ടല്ലോ ഈ പറയുന്ന ഒറ്റ വ്യക്തി തന്നെയും എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. താങ്കൾ അതിനു കൂടെ മറുപടി നൽകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം അതിഥികളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പത്മകുമാർ, ഇപ്പോൾ ഏതായാലും ഈ പറഞ്ഞ PK ശ്രീമതിയുടെ മകൻ ഈ പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തലപ്പത്തില്ല. ആ നിയമനം റദ്ദാക്കിയിട്ടുണ്ട് സർക്കാർ. അതൊരു തിരുത്തൽ നടപടിയാണ്. അതിൻ്റെ മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാവുന്നതാണ്. പക്ഷേ അതൊരു തിരുത്തൽ നടപടിയാണ്. അതെടുക്കാൻ ആർജവം കാണിച്ചിട്ടുണ്ട്. അത് മുൻ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് എന്നാണ് ശ്രീ PM മനോജ് പറയുന്നത്. താങ്കളുടെ പ്രതികരണം എന്താണ്? അല്ല, PM മനോജിന് അങ്ങനെ പറയാൻ പറ്റൂ. അദ്ദേഹത്തിൻ്റെ വിശകലനം ഒരു വിചിത്രമായ വിശകലനമാണ്, വിലയിരുത്തലാണ്. ഒരു തെറ്റ് ചെയ്തതല്ല, ബോധപൂർവം ഒരു തെറ്റ് ചെയ്തതല്ല, അത് തെറ്റ് തിരുത്തിയതാണ് വലിയ മിടുക്ക് എന്ന് പറഞ്ഞാൽ അത് ആർക്കാ ഉൾക്കൊള്ളാൻ കഴിയുക? പിന്നെ ഈ തെറ്റ് സംഭവിക്കുന്നത് മനുഷ്യ സഹജമാണ്. ഈ തെറ്റ് ഒരേ വീട്ടിലേക്ക് തന്നെ ഗുണമായി ഭവിക്കുന്നത് എങ്ങനെയാണ്? ഒരു തെറ്റ് ഒരിക്കൽ സംഭവിക്കും, വീണ്ടും ആ തെറ്റ് ആവർത്തിക്കും, അതൊരു പ്രത്യേക വ്യക്തിയുടെ വീട്ടിലേക്ക് തന്നെ അതിൻ്റെ ഗുണം പോകുന്നത് എങ്ങനെയാണ്? ആദ്യം നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് ശിവ ടീച്ചറും സ്വന്തം മരുമകളെ കുക്കായി അപ്പോയിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അഡീഷണൽ PA ആയി പ്രൊമോഷൻ കൊടുത്തു. അന്ന് ആ തെറ്റ് സംഭവിച്ചല്ലോ. പിന്നെ പാർട്ടി ശ്രദ്ധിക്കണ്ടേ? പിന്നെ ഇപ്പോൾ അതേ തെറ്റ് തന്നെ ആ വീട്ടിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഇത് ബോധപൂർവമായ തെറ്റാണ്, ഇത് ബോധപൂർവമായി ഈ സ്വജനപക്ഷപാതമാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമല്ല. ഇതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. അപ്പോൾ CPM ഏക്കക്കാലത്തുള്ള അധികാരത്തിൽ വരുമ്പോഴും പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നുമാണ്. ഇപ്പം ഇത്ര മാത്രമൊന്നുമല്ല, കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങൾ മനോജിന് വളരെ നന്നായിട്ട് അറിയാമല്ലോ. കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനം ഇപ്പോഴും കേസ് തീർന്നിട്ടില്ല. എത്ര പ്രാവശ്യമാണ് ലോകായുക്ത, ഹൈക്കോടതി, സുപ്രീം കോടതി വരെയൊക്കെ പോയിട്ട് വീണ്ടും ഇപ്പോഴും ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് തയ്യാറാക്കിയിട്ട് കൊടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. അതിൽ അപ്പോയിന്റ്മെന്റ് ചെയ്ത് അത്തരം വിഷയങ്ങൾക്കെല്ലാം മറുപടി പറയാൻ അദ്ദേഹത്തിന് സമയം കൊടുക്കേണ്ടതായും വരും. അത്രയ്ക്ക് സമയമില്ല. ശ്രീ PM മനോജ്, ഇത് മുൻകാലത്തും ഇതേ ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന മന്ത്രി EP ജയരാജന് എതിരെ തന്നെ ഇത്തരം ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ നേരത്തെയും. അദ്ദേഹം തെറ്റുകൾ വരുത്തുന്നു, പിന്നീട് പാർട്ടി ഇടപെട്ട് തിരുത്തേണ്ടി വരുന്നു എന്നത് ആദ്യത്തെ സംഭവമല്ല. അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആളുകൾ. അതെന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മാത്രം തെറ്റുകൾ വരുന്നുണ്ടാവുക? അതേത് നിലക്കാണ് നിങ്ങൾ പാർട്ടി പരിഹരിക്കുക? അല്ല, അതല്ല വിഷയം. ഇവിടെ ശ്രീമതി ടീച്ചർ കുറ്റക്കാരിയാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ശ്രീമതി ടീച്ചർ ഒരു ഘടകമാവുക? ശ്രീമതി ടീച്ചറുടെ മകനായി പോയി എന്നതുകൊണ്ട് സുധീറിന് ഏതെങ്കിലും തരത്തിൽ MD നിയമനത്തിന് അപേക്ഷിക്കാൻ പാടില്ല, അദ്ദേഹത്തിന്റെ യോഗ്യത വെച്ച് അദ്ദേഹത്തിന് ഇന്റർവ്യൂ ബോർഡിൽ ഹാജരാവാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതൊരു വഴിക്ക് നടക്കുന്നതാണ്. മറ്റൊന്ന്, EP ജയരാജനെ കുറിച്ച് അത്തരമൊരു ആക്ഷേപമൊന്നും ഇതുവരെ പാർട്ടി കാലത്തുണ്ടായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം CPIM കേന്ദ്ര കമ്മിറ്റി, അദ്ദേഹം ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിച്ചിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹം നടപടികൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ മന്ത്രി എന്ന നിലയിൽ ശക്തമായി ഇടപെടുന്നുണ്ട്. ആ ഇടപെടലിന്റെ ഭാഗമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരേപോലെ ശരിയായി വരണമെന്നില്ല. ചിലപ്പോ അത് എടുത്ത ആ തീരുമാനങ്ങൾ അപാകതകൾ കണ്ടേക്കാം. അത് തിരുത്താൻ തയ്യാറാവുന്നതാണല്ലോ മനുഷ്യത്വം. ആ മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം എന്താ? ആ അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പെശക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറിയ വീഴ്ച, ആ വീഴ്ച വന്നാൽ അത് തിരുത്തി മുന്നോട്ട് പോകാൻ തയ്യാറാവുക മനുഷ്യന്റെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷത. ആ സവിശേഷതയിലേക്ക് വന്നു എന്ന് പറയുന്നത് അതിന്റെ മഹത്വമോ അല്ലെങ്കിൽ അതിന്റെ മഹത്വം വേണ്ട, അതിന്റെ ഔചിത്യമോ പോലും കാണാൻ തയ്യാറാവാതെ ഇതുപോലെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ, കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനം എന്താ നടന്നത്? ഹൈക്കോടതി തള്ളിക്കളഞ്ഞ കേസാണ്. തള്ളിക്കളഞ്ഞ കേസ് പോലും ഇപ്പൊ തിരിച്ചു കൊണ്ടുവരികയാണ് അദ്ദേഹം. അതിലേക്ക് പോകേണ്ടതില്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ A സജീവൻ, ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തൽ നടപടികൾ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു, പിണറായി വിജയന്റെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തവുമാണ്. അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ അമർഷമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനും താങ്കൾ നേരത്തെ പറഞ്ഞു. ആ മട്ടിലുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടുന്ന കാര്യം ഇതിലുണ്ടോ? ഇതോടൊപ്പം ചേർത്ത് തന്നെ മറ്റെല്ലാ കാര്യങ്ങളെയും വായിക്കുന്നത്, അതായത് CPM നേതാക്കളുടെ ബന്ധുക്കളാണ് എന്നതുകൊണ്ട് മാത്രം പല സ്ഥലങ്ങളിലും ഇരിക്കുന്ന ആളുകൾക്കെതിരെയെല്ലാം ആക്ഷേപശരങ്ങൾ പോകുന്നത് ശരിയാകുമോ? അല്ല, ബന്ധുക്കളായതിൻ്റെ പേരിൽ ആക്ഷേപം കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം ബന്ധു യോഗ്യതയുള്ള ആളാണെങ്കിൽ
ബന്ധുവിന് ആ സ്ഥാനത്തിരിക്കാൻ അർഹതയുള്ള ആളാണെങ്കിൽ ഇപ്പോൾ ഇ പി ജയരാജൻ്റെ ബന്ധുവാവാം, ശ്രീമതി ടീച്ചറുടെ ബന്ധുവാം, പിണറായി വിജയൻ്റെ ബന്ധുവാവാം, ആരുടെ ബന്ധുവായി കഴിഞ്ഞാലും അവർ യോഗ്യതയുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഇരിക്കാം. ഇവിടെ പ്രശ്നം അതല്ല. ഇപ്പോൾ ഇവിടെ ഒരു തെറ്റ് പറ്റിയാൽ ആ തെറ്റിനെ തിരുത്തുക എന്ന് പറയുമ്പോൾ ഈ തവണ ഈ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായ പ്രതികരണം അങ്ങനെയാണ്. മുഖ്യമന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, ഇന്ന രീതിയിലാണ് വ്യവസായ സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ യോഗ്യതയുള്ള ആളുകളായിരിക്കണം, അങ്ങനെയുള്ള അല്ലെങ്കിൽ അത് പരിശോധിക്കും എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒക്ടോബർ 3 ഉത്തരവിറക്കി എന്നൊരു രൂപത്തിലല്ല. എൻ്റെ ബന്ധുക്കൾ പല സ്ഥലത്തും ഉണ്ടായിരിക്കും, അതൊന്നും ഞാൻ നോക്കിയിട്ടില്ല, പരാതി കിട്ടിയിട്ടില്ല എന്ന് ഇ പി ജയരാജൻ പറഞ്ഞ പോലെയല്ല. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വളരെ കൃത്യമാണ് എന്ന് പറയുന്ന അവസരത്തിൽ തന്നെ ഇ പി ജയരാജനും മറ്റും പറഞ്ഞിട്ടുള്ള പ്രതികരണങ്ങൾ തെറ്റായിട്ടാണ് സർക്കാർ തലത്തിൽ വന്ന നടപടിയും അത് ഒരു തെറ്റിനെ ന്യായീകരിക്കാനല്ല, അതിനെല്ലാം കൂടി വഷളാക്കുന്ന രൂപത്തിലേക്കാണ് പോയിട്ടുള്ളത്. പിന്നെ നേരത്തെ മനോജ് പറഞ്ഞ പോലെ ശ്രീമതി ടീച്ചറുടെ കാര്യത്തിൽ അവർക്കിതിൽ എന്താണ് പ്രശ്നം എന്നുള്ളതല്ല. അവരുടെ മകൻ ഈ സ്ഥാനത്തെ KSIയുടെ MD സ്ഥാനത്തേക്ക് വരുന്നതിൽ ആർക്കും എതിർപ്പില്ല, അയാൾ യോഗ്യനുള്ള ആളാണെങ്കിൽ. പക്ഷേ നേരത്തെ പത്മകുമാർ മറ്റും പറഞ്ഞ പോലെ മരുമകളെ കുക്കായി കൊണ്ടുവരിക അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളിൽ കൊണ്ട് അവിടെയൊക്കെ ഉണ്ട്. സ്വന്തം ബന്ധുക്കളെ പേഴ്സണൽ സ്റ്റാഫിൽ എടുക്കാൻ പാടില്ല എന്ന് വ്യവസ്ഥയുണ്ടായിരിക്കെ അത് കാര്യം ചെയ്തു. അതിന് ന്യായീകരിക്കുന്ന അവസ്ഥ വന്നു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ CPMനകത്ത് CPMനെ ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസ്യതയെ കെടുക്കുന്ന പണിയാണ്. ആ കെടുക്കുന്ന പണി കൃത്യമായിട്ട് തിരുത്തി എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് ചെയ്ത കാര്യം. അത് മറ്റു പല പാർട്ടികളും തിരുത്തിയില്ലാത്ത കാര്യം കൂടി പറയേണ്ടി വരും. ഇപ്പോൾ UDF ഭരിക്കുന്ന കാലത്ത് ഇതേപോലെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കുകയും നമുക്കറിയാം ജോപ്പൻ്റെ കാര്യത്തിലും പിന്നെ മറ്റേ ഈ സലീം രാജിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സിദ്ദിഖ്, ഇത് സംബന്ധിച്ച് താങ്കൾ നേരത്തെ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എല്ലാം അവിടെ നിന്ന് വായിച്ചു. അത് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ മട്ടിൽ അദ്ദേഹം എനിക്ക് കുറച്ചുകൂടെ സാവകാശം വേണം, അത് കൊടുക്കാനില്ലാത്തതുകൊണ്ട് തിരുത്തിയതാണ് എന്ന മട്ടിലൊന്നുമല്ല. ഇത് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത അനധികൃതമായിട്ടുള്ള അഴിമതി നിറഞ്ഞ നടപടിയാണ്. സ്വജനപക്ഷപാതം മാത്രമല്ല, അഴിമതി നിറഞ്ഞ നടപടിയാണ് എന്ന ആർജവത്തോടെയുള്ള ബോധമുണ്ടെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ പ്രകാരം മറ്റു നേതാക്കളുടെ മക്കളും കൊച്ചുമക്കളും അടക്കമുള്ള ആളുകൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇത്തരം പല സ്ഥാനങ്ങളിലും ഇരിക്കുന്നത് ഈ പറഞ്ഞ സ്വജനപക്ഷപാതത്തിൻ്റെയും ക്രമക്കേടിൻ്റെയും തെളിവായിട്ടുണ്ടെങ്കിൽ അവയെ പുറത്തു കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്തം, അവയെ തിരുത്തിക്കാനുള്ള ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിൻ്റെതാണ്. അത് ചെയ്യുമോ താങ്കൾ? അത് ചെയ്യുമെങ്കിൽ ഏത് വിധത്തിലാണ് ചെയ്യുക? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വരുന്നൊരു പ്രശ്നം ഇതുപോലെ ശ്രീ PM മനോജ് ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാനിരുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ടാകും. അങ്ങോട്ട് പറയാനുള്ളത് കേൾക്കേണ്ടി വരുമെന്നതുകൊണ്ട് പൊതുജനത്തിന് ഇക്കാര്യത്തിൽ ആവശ്യം വേണ്ട തിരുത്തലുകളിലേക്ക് തിരുത്തൽ ശക്തിയാകാൻ പ്രതിപക്ഷം മടി കാണിക്കുമോ? എന്താണ് നിങ്ങൾ ചെയ്യുക? ഒന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ നിയമനങ്ങൾ ഇത് അഴിമതിയാണ്. ഇതിലുള്ളതായിരിക്കും അടങ്ങിയിട്ടുള്ള സ്വജനപക്ഷപാതം എന്ന് പറയുമ്പോൾ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹാൻഡ്സിനെ തിരസ്കരിച്ചാണ് അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഈ ആളുകളെ കൊണ്ടുവന്നിട്ടുള്ളത്. PM മനോജ് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, 15 വർഷത്തെ ഉന്നതമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഈ കക്ഷിക്ക് ഈ കാര്യത്തിലുണ്ടോ? 15 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ടോ? അതിൽ തന്നെ ഈ 15 വർഷത്തിൽ തന്നെ 5 വർഷം സീനിയർ ലെവൽ ഇൻഡിപെൻഡൻറ്റ് ചാർജ് ഇദ്ദേഹം ഏതെങ്കിലും യൂണിറ്റിൽ വഹിച്ചിട്ടുണ്ടോ? പിന്നെ മറ്റൊന്ന്, ഇവരുടെ ഏജ് എത്രയാണ്? 45നും 55നും ഇടയ്ക്കാണോ? പിന്നെ അപ്ലിക്കൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഫിനാൻസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ ഫങ്ഷൻസ് അങ്ങനെ ഏതെങ്കിലും റെസ്പെക്റ്റീവ് സെക്ടറിൽ ഏതെങ്കിലും അഭികാമ്യമായിട്ടുള്ളതായിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ടോ? അങ്ങനെ തുടങ്ങി 100 കണക്കിന് PhD ഉള്ള, MTech ഉള്ള, ഹൈ എക്സ്പീരിയൻസ് ഉള്ള 20-25 വർഷം ഈ സെക്ടറിൽ പരിചയസമ്പന്നരായിട്ടുള്ള IAS അടക്കമുള്ളതായിരിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിയാണ് സ്വന്തക്കാർക്കും ബന്ധക്കാർക്കും ഇത് നടത്തിയിട്ടുള്ളത്. ഇത് അഴിമതിയാണ്. ഇതിൽ ധാർമ്മികതയുടെ പ്രശ്നവുമില്ല, നിങ്ങൾക്ക് പിന്നെ ഈ യോഗ്യതയുടെ പ്രശ്നമില്ല. രണ്ടും നിങ്ങൾ തകർത്തിരിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് ഇതിൽ കൃത്യമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം.
കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളും നടപടികളും പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിൽ UDFന്റെ സന്ദർഭത്തിൽ ഏതെങ്കിലും പരാതികൾ ഉണ്ട് എങ്കിൽ ആ പരാതികൾ കൂടെ അന്വേഷിക്കട്ടെ. ഒരു തരത്തിലും ഈ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. ഇത് കേരളത്തിലെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച ധാർമ്മികതയുടെ പ്രശ്നമാണ്. ഇതൊരു കുടുംബത്തിൻ്റെയും ഒരു പാർട്ടിയുടെയും പ്രശ്നമല്ല. ഇത് കേരളത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരോടുള്ള വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി തിരുത്താൻ ആവശ്യമായിട്ടുള്ള നടപടി വളരെ നന്ദി ശ്രീ ടി സിദ്ദിഖ് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സമയക്കുറവുകൊണ്ടാണ് ശ്രീ PM മനോജ് താങ്കളിലേക്ക് ഒരിക്കൽ കൂടെ വരാത്തത്. വളരെ നന്ദി ശ്രീ ടി സിദ്ദിഖ്, ശ്രീ A സജീവൻ, ശ്രീ JR പത്മകുമാർ, ശ്രീ PM മനോജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും media1tv.in സന്ദർശിക്കുക. ഇനി രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പരിപാടി പൊളിമിക്സ് കാണാം. നമസ്കാരം.